ഹായ്, ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് എന്ന ടെൻസാണ്. സിമ്പിൾ പാസ്റ്റ്. ഐ എം ഷിഹാബ്. വെൽക്കം ടു ഇംഗ്ലീഷ് വോക്ക്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും. Welcome to the new class, and today I explain you the use simple past. ഇന്ന് സിമ്പിൾ പാസ്റ്റ് എന്ന ടെൻഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് യൂസുകൾ നമുക്ക് അതിലൂടെ പറയാനും നമുക്ക് എഴുതാനും അതുപോലെ തന്നെ നമ്മുടെ ആശയങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനും നമുക്ക് അതിലൂടെ സാധിക്കും. അപ്പോൾ അതിന് നമ്മളതിൻ്റെ ഡെഫിനേഷൻ മനസ്സിലാക്കണം. സിമ്പിൾ പാസ്റ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് to express an action completed in the past. പാസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്ത ഒരു ആക്ഷനെ പറയാനാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് എന്നുള്ള ടെൻസിന്റെ സെന്റൻസ് സ്ട്രക്ചർ എന്നുള്ളത് സബ്ജക്ട് പ്ലസ് V2 വെർബ് ടു പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ലെറ്റ്സ് ലുക്ക് അറ്റ് സം എക്സാമ്പിൾസ്. ഓക്കെ, ഹി കെയിം ഹിയർ യെസ്റ്റർഡേ. അവൻ ഇന്നലെ ഇവിടെ വന്നു. So we have to use second form of the verb. Come past is came. He came here yesterday. Avan innale ivide vannu. She passed the exam last year. Aval kazhinja varsham exam pass aayi. Then I contacted him yesterday. Innale njan avane contact cheyidu. Appo edoru pravarthanam cheyidu ennu parayananu nammal endu cheyyunnu simple past upayogikkunu. Appo adile varuna auxiliary ennallathu did aanu. Appo she did attend the exam. അപ്പോൾ she did attend എന്ന് പറയുമ്പോൾ she attended എന്നാണ്. she attended the exam. അവൾ എക്സാം അറ്റൻഡ് ചെയ്തു. she attended the exam. but did plus attend വരുമ്പോഴാണ് attended എന്നൊരു ആശയത്തിലേക്ക് വരുന്നത്. she did attend the exam. അവൾ എക്സാം അറ്റൻഡ് ചെയ്തു, which means she attended the exam. then I drove yesterday. ഇന്നലെ ഞാൻ ഡ്രൈവ് ചെയ്തു. അപ്പോൾ ഡ്രൈവിന്റെ പാസ്റ്റ് ആണ് എന്ത്? ഡ്രോവ്. ഡ്രോവ് ഡ്രിവൺ എന്നാണ് വരിക. അപ്പോൾ I did drive. ഡിഡ് ഡ്രൈവ് ആണ് എന്ത്? ഡ്രോവ് എന്ന് പറയുന്നത്. പാസ്റ്റില് നമ്മൾ പോസിറ്റീവ് സെന്റൻസിൽ എപ്പോഴും പാസ്റ്റ് എന്ത് ചെയ്യണം? ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കണം. ഐ ഡ്രോവ് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ഡ്രൈവ് ചെയ്തു. പക്ഷെ നമ്മളത് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മളവിടെ ഡിഡ് പ്ലസ് ഡ്രൈവ് ആയിട്ടാണ് ഉപയോഗിക്കുക. ഡിഡ് പ്ലസ് വെർബ് വണ്ണാണ്. ഇപ്പൊ ഡിഡ് യു ഡ്രൈവ് യെസ്റ്റർഡേ. അപ്പൊ ഡിഡ് യു ഡ്രോവ് പറയാൻ പറ്റില്ല. ഡിഡ് യു ഡ്രൈവ് യെസ്റ്റർഡേ. നീ ഇന്നലെ ഡ്രൈവ് ചെയ്തോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഡിഡിന്റെ മീനിങ് ചെയ്തു എന്നാണ്. അപ്പൊ ഡിഡ് ഫസ്റ്റ് വരുമ്പോ ചെയ്തോ എന്നൊരാശയത്തിലേക്ക് വരും. അപ്പൊ ഡിഡ് യു ഡ്രൈവ് യെസ്റ്റർഡേ. നീ ഇന്നലെ ഡ്രൈവ് ചെയ്തോ? ഡിഡ് യു സീ ഹിം. നീ അവനെ കണ്ടോ? ഡിഡ് ഷീ സ്റ്റഡി. അവൾ പഠിച്ചോ? അവൾ സ്റ്റഡി ചെയ്തോ? അപ്പോ ഡിഡ് ഫസ്റ്റ് വരുമ്പോൾ ചെയ്തോ എന്നാണ്. അതിൽ ഏതാണോ വെർബ് വരുന്നത് ആ പ്രവർത്തനം ചെയ്തോ എന്നായിരിക്കും ആശയം വരിക. ഡിഡ് ഷീ സ്റ്റഡി യെസ്റ്റർഡേ. അവൾ ഇന്നലെ പഠിച്ചോ? ദെൻ ഡിഡ് ഹി ബ്രിങ് എനിത്തിങ്. അവൻ എന്തെങ്കിലും കൊണ്ടുവന്നോ? ബ്രിങ് ചെയ്തോ? കൊണ്ടുവന്നോ? ഡിഡ് ഇറ്റ് റെയിൻ ഹിയർ യെസ്റ്റർഡേ. ഇന്നലെ ഇവിടെ മഴ പെയ്തോ? ഡിഡ് ഇറ്റ് റെയിൻ. അപ്പൊ അതിന് ആൻസർ എങ്ങനെ വരാം? യെസ്, ഇറ്റ് റെയിൻഡ് ഹിയർ യെസ്റ്റർഡേ. ഇന്നലെ ഇവിടെ മഴ പെയ്തു. അപ്പൊ ഡിഡ് ചെയ്തു എന്നാണ് ആശയം വരിക. ഡിഡ് ഫസ്റ്റ് വരുമ്പോൾ ചെയ്തോ, ഏതെങ്കിലും പ്രവർത്തനം അതിന്റെ കൂടെ വരുമ്പോൾ അക്കാര്യം ചെയ്തോ എന്നാണ് ആശയം വരുന്നത്. ഓക്കെ, ആൻഡ് ഡിഡ് യു ഫർഗെറ്റ് ദ മീറ്റിംഗ്. നീ മീറ്റിംഗ് മറന്നോ? ഫോർഗെറ്റ് ചെയ്തോ എന്നാണ് വരിക. ഡിഡ് യു ഫർഗെറ്റ് ദ മീറ്റിംഗ്. നീ മീറ്റിംഗ് മറന്നോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിഡന്റ് എന്നുള്ള. ഡിഡന്റ് എന്ന് പറയുമ്പോൾ ചെയ്തില്ല എന്നാണ് ആശയം വരിക. അപ്പോ ഹി ഡിഡന്റ് കോണ്ടാക്ട് മീ. അവൻ എന്നെ കോണ്ടാക്ട് ചെയ്തില്ല. ഐ ഡിഡന്റ് ഗോ എനിവേർ യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ എവിടെയും പോയില്ല. ഗോ ചെയ്തില്ല, ദാറ്റ് മീൻസ് പോയില്ല. ഐ ഡിഡന്റ് ഗോ എനിവേർ യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ എവിടെയും പോയില്ല. ദെൻ ഹി കെയിം ബട്ട് ഹി ഡിഡന്റ് പ്ലേ. അവൻ വന്നു ബട്ട് ഹി ഡിഡന്റ് പ്ലേ. അവൻ കളിച്ചില്ല, അവൻ പ്ലേ ചെയ്തില്ല. അപ്പൊ ഡിഡന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ആശയം? ചെയ്തില്ല എന്നാണ്. ഡിഡ് ഒരു പ്രവർത്തനത്തിന്റെ കൂടെ വരുമ്പോൾ അക്കാര്യം ചെയ്തു എന്നും ഡിഡന്റ് വരുമ്പോൾ ചെയ്തില്ല എന്നുമാണ് ആശയം വരാം. ഓക്കെ, അനദർ എക്സാമ്പിൾ, മൈ ഫാദർ ഡിഡന്റ് കോൾ മീ യെസ്റ്റർഡേ. എന്റെ ഫാദർ ഇന്നലെ എന്നെ വിളിച്ചില്ല. മൈ ഫാദർ ഡിഡന്റ് കോൾ മീ യെസ്റ്റർഡേ. ദെൻ ഐ ഡിഡന്റ് സീ എനിത്തിങ് ദർ. ഞാൻ അവിടെ ഒന്നും കണ്ടില്ല. ഐ ഡിഡന്റ് സീ ചെയ്തില്ല, ദാറ്റ് മീൻസ് കണ്ടില്ല. അപ്പൊ ഡിഡന്റ് എന്ന് പറയുമ്പോൾ മീനിങ് എന്താ? ചെയ്തില്ല എന്നാണ്. ഒരു പ്രവർത്തനത്തിന്റെ കൂടെ ഡിഡന്റ് വരുമ്പോൾ ചെയ്തില്ല എന്ന് പറയും. അങ്ങനെയാണ് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയാനും എഴുതാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? സാധിക്കുമെന്നുള്ള. അപ്പൊ ഡിഡന്റ് ചെയ്തില്ല എന്നാണ് ഡിഡന്റ് മീനിങ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിഡന്റ് എന്ന് ഫസ്റ്റ് വരുമ്പോൾ അതെന്താവും? നെഗറ്റീവ് ക്വസ്റ്റൻ ആവും. അപ്പൊ ചെയ്തില്ല എന്നുള്ളത് ചെയ്തില്ലേ എന്നൊരാശയത്തിലേക്ക് വരും. അപ്പൊ ഡിഡന്റ് ഷീ റൈറ്റ്. അവൾ എഴുതിയില്ലേ?
Didn't she write? അവൾ എഴുതിയില്ലേ? Then another example, didn't he call you? അവൻ നിന്നെ വിളിച്ചില്ലേ? Didn't your father go to the office yesterday? ഇന്നലെ നിന്റെ ഫാദർ ഓഫീസിലേക്ക് പോയില്ലേ? ഗോ ചെയ്തില്ലേ? And another example, didn't they attend the class yesterday? ഇന്നലെ അവർ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലേ? അപ്പൊ ഡിഡന്റ് ഫസ്റ്റ് വരുമ്പോ ഒക്കെ ചെയ്തില്ലേ എന്നൊരു ആശയത്തിലേക്കാണ് വരുന്നത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും എഴുതാനൊക്കെ സാധിക്കുമെന്നുള്ള. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിമ്പിൾ പാസ്റ്റിൽ WH ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം WH ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് എന്നുള്ളത് WH ഓക്സിലറി സബ്ജക്ട് വെർബ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോ നീ എപ്പോൾ വന്നു? അപ്പൊ വെൻ ഡിഡ് യു കം? അപ്പൊ വെൻ ഡിഡ് യു കം, നീ എപ്പോൾ വന്നു? അപ്പൊ ഡിഡും കമ്മും കൂടി വരുമ്പോ പ്ലസ് കെയിം ആയി. അപ്പൊ വെൻ ഡിഡ് യു കം, നീ എപ്പോൾ കം ചെയ്തു എന്ന് പറയുമ്പോൾ നീ എപ്പോൾ വന്നു എന്നേ. അപ്പൊ ഡിഡിന്റെ മീനിങ് എപ്പോഴും മനസ്സിലാക്കണം, ചെയ്തു എന്നാണ്. ഡിഡ് ഒരു പ്രവർത്തനത്തിന്റെ കൂടെ വരുമ്പോൾ അക്കാര്യം ചെയ്തു എന്നാണ്. ഫോർ എക്സാമ്പിൾ, വാട്ട് ഡിഡ് യു ഈറ്റ്? അപ്പൊ ഡിഡ് ഈറ്റ് ചെയ്തു. അപ്പൊ വാട്ട് ഡിഡ് യു ഈറ്റ് പറയുമ്പോൾ നീ എന്ത് കഴിച്ചു, നീ എന്ത് തിന്നു എന്നാണ്. വാട്ട് ഡിഡ് യു ഈറ്റ്? അനദർ എക്സാമ്പിൾ, ആൻഡ് വെർ ഡിഡ് ഹി സ്ലീപ്പ്? അവൻ എവിടെ ഉറങ്ങി? ഡിഡ് സ്ലീപ്പ് ചെയ്തു. അപ്പൊ വേർ ഡിഡ് ഹി സ്ലീപ്പ്? അവൻ എവിടെ ഉറങ്ങി? Then another example, what did they eat for dinner yesterday? ഇന്നലെ അവർ ഡിന്നറിന് എന്ത് ഈറ്റ് ചെയ്തു? That means അവർ എന്ത് കഴിച്ചു. Then how did they come? അവർ എങ്ങനെ കം ചെയ്തു? That means അവർ എങ്ങനെ വന്നു. അപ്പൊ ഡിഡിന്റെ മീനിങ് എന്താ? ചെയ്തു എന്നാണ്. ഡിഡ് WH ക്വസ്റ്റിലേക്ക് ആകുമ്പോൾ ആദ്യം WH യൂസ് ചെയ്യുക, then ഓക്സിലറി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. Okay, so when did it rain here last? ഇവിടെ അവസാനം എപ്പോ മഴ പെയ്തു? When did it rain? And another example that I can say, and who did you go with? നീ ആരുടെ കൂടെ പോയി? Who did you go with? നീ ആരുടെ കൂടെ പോയി എന്നാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിഡ് പ്ലസ് V1 ദാറ്റ് മീൻസ് സിമ്പിൾ പാസ്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കാന്ന് മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമുക്ക് ഏകദേശം നല്ലൊരു ഐഡിയ അതിൽ കിട്ടി. ഇനി നമുക്കിത് എങ്ങനെയാണ് നമുക്ക് ഇതിലൊരു സ്കിൽ ഉണ്ടാക്കിയെടുക്കുക? പ്രാക്ടീസിലൂടെ. നമ്മൾ ഒരുപാട് സെന്റൻസിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് അറിയുന്ന ഒരാളുടെ കൂടെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുപോലൊരു ട്രെയിനിങ് ഞാൻ നൽകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും കൂടുതൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ സ്കില്ല് ലഭിക്കുക കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ വീണ്ടും വാച്ച് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.